ഈ ഡിവോഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ അപ്പോൾ അവർക്ക് അടുത്തൊരു വിവാഹം കഴിക്കണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആലോചിക്കുക, നമ്മൾ അടുത്തൊരു വിവാഹം കഴിക്കുന്നതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് ആദ്യം അവനവനോട് തന്നെ ചോദിക്കുക. അപ്പോൾ രണ്ട് പർപ്പസാണ് നമുക്ക് മെയിനായിട്ട്. ഇപ്പൊ പല കേസിലും രണ്ട് പർപ്പസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് സെക്ഷുവൽ നീഡാണ്, രണ്ടെന്ന് പറയുന്നത് സെക്ഷുവൽ നീഡല്ല, ഒരു കൂട്ട് വേണം എന്നുള്ളത്. ഈ കൂട്ട് വേണം എന്നുള്ളത് ചില ആളുകൾ വിചാരിക്കും എന്തിനാണ് കൂട്ട്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ പലരുടെയും കാര്യമൊക്കെ പറയും. പക്ഷേ ഫ്രണ്ട്സ് ആണെങ്കിലും നമുക്ക് അവരെപ്പോഴും അവൈലബിൾ അല്ല, വീട്ടുകാരാണെങ്കിലും അവൈലബിൾ അല്ല. നമുക്ക് ചിലർക്ക് ഒറ്റക്ക് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, എപ്പോഴും ഒരു കൂട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ട്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു കൂട്ടിന് വേണ്ടി ഒരുപാട് പ്രായമായിട്ടുള്ള ആളുകൾ, ഇപ്പൊ ഒരു 70s നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ 60s നിൽക്കുന്നത്, 80s നിൽക്കുന്നതാണെന്ന് വിചാരിക്കും. അവര് ചിലപ്പോ ഒക്കെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ആ ഒരു സെക്ഷൽ നീഡ് അല്ലായിരിക്കും. നമ്മുടെ ജീവിതത്തിലുടനീളം ഒരു കൂട്ടെന്നുള്ള രീതിയാണ്. കാരണം മക്കള് അവരുടേതായ തിരക്കിൽ വേറെ സ്ഥലത്തായിരിക്കും, ഇവരുടെ വീട്ടിൽ നിന്ന് മാറിയായിരിക്കും താമസിക്കുന്നത്. അവര് താമസിക്കുന്ന സ്ഥലത്ത് വേറെ ആരും ഉണ്ടായിരിക്കില്ല. ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു പെയിന് മനസ്സിലാവുള്ളൂ. ആ ഒരു ഒറ്റപ്പെടല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടിന് വേണ്ടി വിവാഹം കഴിക്കുന്നവരുണ്ട്. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് സെക്ഷൽ നീഡ്. അപ്പോൾ ഈ സെക്ഷൽ നീഡ് എന്നുള്ളൊരു സാധനം പലർക്കും അത് വീട്ടിൽ പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഒരു കൂട്ടിന് വേണ്ടി വിവാഹം കഴിക്കുക എന്നുള്ളത് ചിലർ പറയാറുണ്ട്. പക്ഷെ സെക്ഷൽ നീഡിന് വേണ്ടി അപ്പൊ അയ്യോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, ഇത് മോശമല്ലേ, അങ്ങനെ കരുതുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവര് വിവാഹം കഴിക്കാതിരിക്കും. നമ്മള് ചുറ്റുപാടും ചില വിഹിതങ്ങളൊക്കെ കാണാറുണ്ടല്ലോ. ഇപ്പോൾ നമ്മള് ന്യൂസില്, യൂട്യൂബിൽ തന്നെ പല ന്യൂസിലും എന്താണ് ഒളിച്ചോടി പോയ കഥ, മറ്റുള്ളവർ വഞ്ചിച്ച കഥ, കുട്ടീനെ കൊന്ന കഥ, അങ്ങനെ പല ക്രൂവലായിട്ടുള്ള പല സാധനങ്ങളും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്ഷൽ നീഡ് ഉണ്ടെങ്കിൽ അത് അവനവന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക, അത് റെസ്പെക്ട് ചെയ്യുക. നമ്മളുടെ നീഡ് എന്താണോ ആ നീഡ് ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു നീഡുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വിവാഹം കഴിക്കുക തന്നെ വേണം. അങ്ങനെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഈ സെക്ഷൽ എനർജി എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതിന് ചിലപ്പോൾ അവർക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റൂല. അപ്പൊ നിയന്ത്രിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ഇവർ ചില കുരുക്കിലൊക്കെ ചെന്ന് പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ, സെക്ഷൽ നീഡ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിവാഹം കഴിക്കണം. ഇനി കൂട്ടാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിവാഹം കഴിക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചുറ്റുപാടും നിൽക്കുന്ന ആളുകളൊന്നും ചിന്തിക്കാൻ പോകുന്നില്ല. നിങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ആവശ്യം ഫുൾഫിൽ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റിയും നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. നമ്മളുടെ ആവശ്യങ്ങൾ എന്താണോ അത് അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്.